ടൈം 12 മണി. എല്ലാവർക്കും ചായയും കോഫിയും ഉണ്ടാക്കിപ്പിച്ചു. ചെറുക്കൻ നല്ല പണിയാണ് കിട്ടിയത്. കടന്നുറങ്ങേണ്ട സമയത്താണ് വിളിച്ചാണ് ഫുഡ് ഉണ്ടാക്കിപ്പിച്ചത്. നമ്മൾ വന്നപ്പോൾ ബ്രെഡ് മുട്ട കൊടുന്നതിന് അപ്പൊ അവിടെ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കി. നമ്മൾ ബ്രെഡ് ഓംലേറ്റ് കഴിച്ചു, കപ്പയും ചിക്കൻ കറിയും കഴിച്ചു, 2 പഴം കഴിച്ചു. എല്ലാവരും പോകാൻ തീരുമാനിച്ചു. നമ്മൾ നേരെ വീട്ടിൽ പോയി കടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ വെച്ചാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പഴം കോഫിയും കുടിച്ചു. പരിപാടി ഇപ്പം കഴിഞ്ഞില്ല, ഇനി പെണ്ണിന്റെ വീട്ടിൽ പരിപാടി ഉണ്ട്. നമ്മൾ അവിടേക്ക് പോവാണ്. പുതിയാപ്പിള ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരാൾക്കാർ കമ്പനിയായി. ഫുഡ് കഴിക്കാൻ ടൈമായി. വീണ്ടും ബിരിയാണി. അപ്പൊ ഞാൻ ഇപ്പോൾ കോമ്പറ്റീഷൻ ട്രിപ്പിലൊന്നും അല്ല, അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. എന്നാലും ഞാൻ ക്വാളിറ്റി നോക്കിയിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമുക്ക് ഒരാൾ കാണാണ്ടായിന്. നമ്മൾ ജാജീസ് ഫുഡ് കോർട്ട് പോയി. ഇവരെല്ലാവരും കണ്ടിട്ടുണ്ടാവും. FP റാംബോ നമ്മളെ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം റീലുണ്ടോ ഞാൻ കൈയാണ്. കുറച്ച് സംസാരിച്ചു. ഞങ്ങൾ പോകാൻ ടൈം ആയപ്പോൾ ഞാൻ പോയി. അബുവിനോട് ബയൊക്കെ പറഞ്ഞ് പോയി. അലി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കാണിച്ചു തന്നു. ഹിസബിനെ ഒപ്പം നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ട് സീറ്റ് കിട്ടി. നമ്മൾ നല്ല മേലെ കയറി സീറ്റിൽ കടന്നുറങ്ങി. ഇഷ്ടം ചപ്പാത്തിയും ബീഫും കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് വന്ന പോലെ തന്നാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായി. പിന്നെ വീണ്ടും കടന്നു. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് എത്തി. നമ്മൾ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. 2 പഴം കഴിച്ചു. ബസ് സ്റ്റാൻഡ് കടക്കണമെങ്കിൽ കുറച്ച് ഫോളോവേഴ്സിനെ കണ്ടു. ബസ് സ്റ്റാൻഡ് അടുത്തെത്തി. കുറച്ച് നായ്ക്കളെ കണ്ടു. മഞ്ചേരിയിലെ ബസ്